ഇലക്ട്രോണിക്സ് വാഹന നിർമ്മാണ രംഗത്തിന് പുതുപ്രതീക്ഷകൾ നൽകുന്ന അപൂർവ ധാതുക്കളുടെ കാന്തങ്ങളില്ലാതെ വികസിപ്പിച്ച ഇലക്ട്രിക് മോട്ടോറുമായി ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വിമാങ് ലാബ്സ് കമ്പനി ആഗോളതലത്തിൽ ശ്രദ്ധ നേടുന്നു. നമസ്കാരം, ഞാൻ ജാസ്മിൻ. അപൂർവ ഭൂലോഹ കാന്തങ്ങളെ ആശ്രയിക്കാതെ പ്രവർത്തിക്കുന്ന നൂതന ഇലക്ട്രിക് മോട്ടോർ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചിരിക്കുകയാണ് ബംഗളൂരു ആസ്ഥാനമായുള്ള വിമാങ് ലാബ്സ് കമ്പനി. ഈ കമ്പനി വികസിപ്പിച്ച പുതിയ ഇലക്ട്രിക് മോട്ടോറിന് പേറ്റന്റ് ലഭിച്ചു. കമ്പനി വികസിപ്പിച്ച വെർച്വൽ മാഗ്നറ്റ് സിൻക്രണസ് മോട്ടോർ അഥവാ VMSM പ്ലാറ്റ്ഫോമിനാണ് പുതിയ പേറ്റന്റ് അനുവദിച്ചിരിക്കുന്നത്. കാന്തങ്ങളില്ലാതെ സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഈ സാങ്കേതിക വിദ്യ ഇലക്ട്രിക് വാഹന മേഖലയിലെ നിർണായക മുന്നേറ്റമായാണ് വിലയിരുത്തപ്പെടുന്നത്. എ റോബസ്റ്റ് റൊട്ടേറ്റിംഗ് ട്രാൻസ്ഫോമർ എക്സിസ്റ്റഡ് സിൻക്രോണസ് മോട്ടോർ ആൻഡ് ഇറ്റ്സ് കൺട്രോൾ എന്ന പേരിലാണ് പുതിയ പേറ്റന്റ് അനുവദിച്ചിരിക്കുന്നത്. പരമ്പരാഗത പെർമനന്റ് മാഗ്നറ്റ് സിൻക്രോണസ് മോട്ടോർ അഥവാ PMSM സാങ്കേതിക വിദ്യയിൽ അപൂർവ ഭൂലോഹ കാന്തങ്ങൾ മോട്ടോറിനായി ഉപയോഗിക്കുമ്പോൾ വിമാഗിന്റെ VMSM പ്ലാറ്റ്ഫോം അതിനു പകരം പവർ ഇലക്ട്രോണിക്സും കമ്പനിയുടെ സ്വന്തം നിയന്ത്രണ അൽഗോരിതങ്ങളും ഉപയോഗിച്ച് തത്സമയം കാന്തിക ക്ഷേത്രം സൃഷ്ടിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ഇതിലൂടെ ബ്രഷുകളോ സ്ലിംഗ് ആവശ്യമില്ലാത്ത ലളിതമായ രൂപകൽപ്പന നിലനിർത്തിക്കൊണ്ട് കാന്തങ്ങളുടെ ആവശ്യം പൂർണ്ണമായും ഒഴിവാക്കാൻ സാധിക്കുന്നു. 87,600 മണിക്കൂറിലധികം നീണ്ട ഗവേഷണ എഞ്ചിനീയറിംഗ് പ്രവർത്തനങ്ങളുടെ ഫലമായാണ് ഈ മോട്ടോർ വികസിപ്പിച്ചതെന്നാണ് വിമാങ് ലാബ്സിന്റെ സഹസ്ഥാപകനും CEOയുമായ മനീഷ് സേത്ത് പറയുന്നത്. കമ്പനിയുടെ വാണിജ്യവൽക്കരണ പദ്ധതികൾക്കും വാഹന നിർമ്മാതാക്കളുമായുള്ള പങ്കാളിത്തങ്ങൾക്കും സാങ്കേതിക ലൈസൻസിംഗിനും പുതുതായി ലഭിച്ചിരിക്കുന്ന പേറ്റന്റ് വലിയ കരുത്താകുമെന്നും അദ്ദേഹം പറയുന്നു. പുതിയ അംഗീകാരത്തോടെ വിമാങ് ലാബ്സിന്റെ ഇന്ത്യയിലെ അനുവദിക്കപ്പെട്ട പേറ്റന്റുകളുടെ എണ്ണം 5ആയി. ഇതിനു പുറമെ 10 പേറ്റന്റ് അപേക്ഷകളും 15 വ്യാപാര മുദ്രാ അപേക്ഷകളും വിവിധ ഘട്ടങ്ങളിൽ പരിഗണനയിലാണ്. മോട്ടോർ രൂപകൽപ്പന, സോഫ്റ്റ്വെയർ നിയന്ത്രണം, പവർ ഇലക്ട്രോണിക്സ്, വിവിധ വ്യവസായ ഉപയോഗങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിദ്യകളാണ് പേറ്റന്റുകൾക്കായി സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത്. നിലവിൽ ഇരുചക്ര വാഹനങ്ങളുടെയും പാസഞ്ചർ വാഹനങ്ങളുടെയും പ്രമുഖ നിർമ്മാതാക്കളുമായി കമ്പനി വാണിജ്യ പൈലറ്റ് പദ്ധതികൾ നടപ്പാക്കി വരികയാണ്. അടുത്ത ഘട്ടത്തിൽ 200 കിലോവാട്ട് മുതൽ 600 കിലോവാട്ട് വരെ ശേഷിയുള്ള ലൈറ്റ് കൊമേഴ്ഷ്യൽ വാഹനങ്ങൾ, ട്രക്കുകൾ, വ്യാവസായിക ഉപകരണങ്ങൾ എന്നിവയിലേക്കും പുതിയ മോട്ടോർ സാങ്കേതിക വിദ്യ വ്യാപിപ്പിക്കാൻ കമ്പനി ലക്ഷ്യമിട്ടിരിക്കുകയാണ്. റോബോട്ടിക്സ്, പ്രതിരോധം, കൂളിംഗ് സംവിധാനങ്ങൾ തുടങ്ങിയ മേഖലകളിലേക്കും മോട്ടോർ പ്ലാറ്റ്ഫോം വികസിപ്പിച്ചു വരികയാണെന്നും കമ്പനി അറിയിക്കുന്നു. ഇന്ത്യൻ കമ്പനി അത്യപൂർവമായ പുതു സാങ്കേതിക വിദ്യ വികസിപ്പിച്ചു വന്നത് രാജ്യത്തിന്റെ സാങ്കേതിക രംഗത്തെ മുന്നേറ്റത്തിന് തന്നെ തെളിവാണ്. മാത്രവുമല്ല, വിദേശ ആശ്രിതത്വം കുറയ്ക്കാനുള്ള ഇന്ത്യയുടെ തദ്ദേശീയ ശ്രമങ്ങൾക്ക് കരുത്തേകുന്ന കണ്ടുപിടുത്തമാണ് വിമാങ് ലാബ്സ് നടത്തിയിരിക്കുന്നത്. അപൂർവ ഭൂലോഹ കാന്തങ്ങളെ ആശ്രയിക്കാതെ ഉയർന്ന കാര്യക്ഷമതയുള്ള ഇലക്ട്രിക് മോട്ടോറുകൾ വികസിപ്പിച്ചതിലൂടെ ആഗോള വിതരണ ശൃംഖലയിലെ ആശ്രിതത്വം കുറയ്ക്കുന്നതിന് വഴിയൊരുക്കും. അതുപോലെ തന്നെ ഇലക്ട്രിക് വാഹനങ്ങളുടെ നിർമ്മാണ ചെലവ് നിയന്ത്രിക്കുന്നതിനും ഈ കണ്ടുപിടുത്തം സഹായകരമായി തീരുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. വാർത്തയുടെ നിറം തേടി തനിനിറം.